ഇന്ന് യുകെയിലെ എല്ലാ ജോലിസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും 2 മിനിറ്റ് മൗനം ആചരിച്ചിരുന്നു കേട്ടോ 11 മണിയായപ്പം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് റിമംബ്രൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇത് യുകെയിൽ മാത്രമല്ല മറ്റു പല കോമൺവെൽത്ത് മെമ്പർ സ്റ്റേറ്റ്സിലും ഇത് ആചരിച്ചു വരുന്നുണ്ട്. ഈ റിമംബ്രൻസ് ഡേ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേൾഡ് വാർ വണ്ണിന് ശേഷം അതിൽ പങ്കെടുത്ത എല്ലാ സൈനികരെയും പങ്കെടുത്ത് മരണമടഞ്ഞ എല്ലാ സൈനികരെയും ഓർമ്മിക്കുന്ന ഒരു മെമ്മോറിയൽ ഡേ ആണ് റിമംബ്രൻസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിമംബ്രൻസ് ഡേയോടനുബന്ധിച്ച് ആ ഒരു വീക്ക് ഫുള്ള് നമുക്ക് കാണാം ആളുകൾ ഈ പോപ്പി ഫ്ലവേഴ്സിൻ്റെ ബാഡ്ജ് ധരിക്കുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പോപ്പി ഫ്ലവറും റിമംബ്രൻസ് ഡേയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ വേൾഡ് വാർ വണ്ണിന് ശേഷം ആ യുദ്ധമുഖത്ത് വെസ്റ്റേൺ എൻഡിൽ ആദ്യമായിട്ട് കിളിർത്ത് വന്ന ചെടിയാണ് പോപ്പി ചെടി. അപ്പോൾ ഈ പോപ്പി ചെടീനെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവറിനെയൊക്കെ ഒരു പ്രതീക്ഷയുടെ ഒരു പുതിയൊരു ലൈഫിൻ്റെ ഒരു റിസംബ്ലൻസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ വേൾഡ് വാർ വണ്ണിന് ശേഷം പുതിയൊരു ലൈഫിൻ്റെ തുടക്കം എന്ന പോലെയാണ് പോപ്പി ഫ്ലവേഴ്സിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പോപ്പി ഫ്ലവേഴ്സിന് അവർ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ ഈ ബാഡ്ജസും അല്ലെങ്കിൽ അത്തരം ഈ പിക്ചേഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചാരിറ്റി പോലെ കൂടെയാണ്. അതായത് സൈനികരുടെ ഇതിലേക്ക് ക്ഷേമനിധിയിലേക്ക് വേണ്ടി എടുക്കുന്ന ഒരു ചാരിറ്റി കൂടിയാണ് ഈ പോപ്പി ഫ്ലവേഴ്സിന് ബാഡ്ജസ് ധരിക്കുമ്പോൾ ആളുകൾ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് റിമംബ്രൻസ് ഡേ വിച്ച് ഇസ് റിലേറ്റഡ് ടു വേൾഡ് വാർ വൺ ആൻഡ് ഹൗ പോപ്പി ഫ്ലവർ ഇസ് റിലേറ്റഡ് ടു ഇറ്റ്. അപ്പം ഇനി പോപ്പി ഫ്ലവറിൻ്റെ ബാഡ്ജ് കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഓർക്കുമല്ലോ അല്ലേ?